നമുക്ക് കാണാതെ പോയി പഴയ സ്റ്റമ്പർ കിട്ടിയിട്ടുണ്ട്. പഴയെന്ന് വെച്ചാൽ പഴഞ്ചൻ സ്റ്റമ്പർ. ഞാൻ നോക്കുക ഇതെങ്ങനെ പച്ച കളറായിരുന്നു. ജിത്തുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, സത്യജിത്ത്. എന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കളർ ഇങ്ങനെ പച്ചയാണെന്ന്. എന്തായാലും ഞാൻ ഇതുകൊണ്ട് കുറച്ച് വീഡിയോ ഇടാൻ വന്നതാണ്. അതിപ്പം നിങ്ങൾ കാണും. ആദ്യം എങ്ങനെ ബൗൺസർ ബോൾ എറിയുന്നതെന്ന് നോക്കാം. ബോളിൻ്റെ ഗ്രിപ്പ് കേട്ടോ. ബൗൺസർ ബോളിൻ്റെ ഗ്രിപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം. ഇത് കിട്ടിയ ഒരു ഉപഹാരമായി. എൻ്റെ കുറച്ച് ബോൾ കുടുംബത്തിരിക്കുക. അതാണ് ഞാൻ ഈ ബോൾ എടുത്തത്. ബൗൺസർ ഇങ്ങനെ പിടിക്കണം. ഷോർട്ട് പിച്ചും ഷോർട്ട് ബോളും ഒരുമിച്ച് അതിൻ്റെ മിഡിലായിട്ട് എറിയുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് ബ്രേക്കറായിട്ടുള്ള ബൗൺസേഴ്സ് എറിഞ്ഞു കൊടുക്കുക. പക്ഷെ ബൗൺസർ ഒരു ഓവറിൽ ഒരു ബോളെ എറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പം എങ്ങനെയാ ഗൈസ്? അടുത്ത നമുക്ക് യോർക്കർ നോക്കാം. യോർക്കറിൻ്റെ ഗ്രിപ്പ് ഇങ്ങനെ. യോർക്കർ നിങ്ങൾ എവിടെ ടൈം ചെയ്യേണ്ടതെന്ന് പറയാം. ബാറ്ററിൻ്റെ കാൽപാദത്തിലോട്ട് എറിയണം. അപ്പോൾ അവിടെ കൊണ്ട് ബാറ്റർ വരുന്ന കാല് മാറ്റുമ്പോൾ അവർക്ക് ബാറ്റും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബാറ്റ് അവരവിടെ നിന്ന് എടുത്ത് മാറ്റും. ബോൾ നേരെ കൊണ്ട് സ്റ്റമ്പിൽ ഇങ്ങനെ മുട്ടും. ഈ യോർക്കർ എവിടെ നിന്നാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടതെന്ന് പറയാം. മണ്ടയ്ക്ക് ഇവിടെ വെച്ച് നമ്മൾ റിലീസ് ചെയ്യണം. മണ്ടയ്ക്ക് ഇവിടെ വന്നിട്ട് റിലീസ് ചെയ്യല്ലേ, മണ്ടയ്ക്ക് വെച്ച് തന്നെ റിലീസ് ചെയ്യണം. യോർക്കർ എങ്ങനെ പോകണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിങ്ങനെ വിടുമ്പോൾ ഇങ്ങനെ പോകണം. അങ്ങനെ താഴെക്കൂടി ഇങ്ങനെ അങ്ങ് പോവും. താഴെ കുത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ ബാറ്ററിൻ്റെ കാലെ കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ പോകും. അത് കഴിഞ്ഞ് നേരെ ഇന്ന് സ്റ്റമ്പിൽ ഔട്ട്. പിന്നെ ബൗൺസർ, ഹെൽമെറ്റ് ബ്രേക്ക്. അപ്പം നമ്മുടെ അടുത്ത ബോളിംഗ് എന്ന് വെച്ചാൽ മറ്റേ അവൻ്റെ ഭുവനേശ്വർ കുമാർ. അവൻ്റെ സ്വിംഗ് ബോൾ എങ്ങനെയാണെന്ന് പറയാം. അവനെ അറിയപ്പെടുന്ന സ്വിംഗിങ് ആണ്. അവൻ്റെ സ്വിംഗ് ബോൾ അവൻ ഇങ്ങനെ പിടിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാനും ഇപ്പോൾ പിടിച്ചത് തെറ്റാണ്. പക്ഷെ പിടിച്ചത് കറക്റ്റ്. പക്ഷെ തിരിച്ചായിരുന്നു പിടിക്കേണ്ടത്. വേണ്ട, ഇങ്ങനല്ല പിടിക്കേണ്ടത്. സ്റ്റമ്പറും കൊണ്ടാണ് കളിക്കുന്നെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള വലിയ കട്ടിയില്ലാത്ത ഭാഗത്ത് വേണം നമ്മളിങ്ങനെ പിടിക്കാൻ. സ്റ്റമ്പർ എഴുതിയ സ്ഥലത്ത്. അതിന് സ്റ്റമ്പർ എഴുതാത്ത ഇങ്ങനത്തെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എറിയല്ലേ സ്വിങ്. അത് റോങ്ങാണ്. ഇങ്ങനെ എടുത്തെറിയണം. പക്ഷെ സ്വിങ് റിലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ കണ്ടോ ഈ ഒരു പൊസിഷൻ ആകുമ്പോൾ സ്വിങ് ബോൾ റിലീസ് ചെയ്യണം. ശരിയാ, എൻ്റെ ചൂണ്ടയും ഒന്ന് പോളാം. അതിങ്ങനെ അൾട്ടിമേറ്റ് സ്വിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അൾട്ടിമേറ്റ് സ്വിങ് ഇങ്ങനെ പിടിക്കണം. കട്ടിയുള്ള ഭാഗത്ത് തന്നെ പിടിക്കണം. അത് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യേണ്ടത് സിമ്പിളാണ്. നിങ്ങളെപ്പോഴും ബോൾ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നത് ഇവിടെ വെച്ചല്ല, ഇവിടെ വെച്ചുമല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് റിലീസ് ചെയ്ത് അങ്ങ് കൊടുക്കണം. അതും ബാറ്ററിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തല്ല. ബാറ്റർ ഇപ്പം അങ്ങനെ ബാറ്റ് ചെയ്ത് നിൽക്കുക. ബാറ്ററിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്തോട്ട് നിങ്ങളെല്ലാവരും സ്വിങ് ചെയ്ത് കൊടുക്കണം. അപ്പം അവർ വേഗം അങ്ങ് ഔട്ടാകും. അപ്പം നമ്മുടെ വേറെ ഒരു ട്രിക്കുണ്ട്. വേറെ ട്രിക്കല്ല, വേറെ ഒരു ബോളിംഗ് മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പേരെന്തുവായിരുന്നു? റിവേഴ്സ് അല്ല, അതൊക്കെ കാണിച്ച് റിവേഴ്സ് സ്വിങ്. റിവേഴ്സ് സ്വിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ. ഇങ്ങനെ എടുത്ത് ഇറങ്ങിയിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം. വേണ്ട, അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ അൾട്ടിമേറ്റ് സ്വിങ് റിലീസ് ചെയ്യുന്നത്. അത് നിങ്ങളിങ്ങനെ ഒന്ന് കുനിയണം ആ സമയത്ത്. അപ്പോൾ അത് തെറിച്ച് പോകുമ്പോൾ പിന്നെ ബോൾ എറിയുമ്പോൾ ഒട്ടും കൈ മടക്കല്ല്.
എൻ്റെ ബോളിംഗ് ആക്ഷൻ കാണിച്ചു തരാം. കണ്ടോ ഗ്ലൈസ് എൻ്റെ ബോളിംഗ് ആക്ഷൻ. നീ പോടാ ബുള്. ഇപ്പം നമ്മുടെ അടുത്ത ബോളിംഗ് ആക്ഷൻ ബോളിംഗ് വേരിയേഷൻ ഏതാ? ഗൂഗിളി ബോൾ എറിയുന്നത് ഇങ്ങനെ പിടിക്കണം. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആദ്യമേ നിങ്ങളൊന്ന് പിടിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ എറിയുന്നതിന് മുന്നേ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ റിലീസ് ചെയ്യുന്ന ഇവിടെ വെച്ചാൽ നമ്മുടെ തലയുടെ അപ്പം ഇങ്ങനെ ആക്കി കൊടുക്കണം. അതപ്പോൾ സീൻ അതുണ്ട്. അവിടെ ഒന്നും അറിയത്തില്ല. അതപ്പോൾ ഇവിടെ കുത്തി ഇങ്ങോട്ട് പോകും. എവിടെ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങോട്ട് പോകാനുള്ള സ്പിന്നായിരിക്കുന്നു. പക്ഷെ ഇവിടെ കുത്തി അങ്ങോട്ട് പോകും. അതാണ് ഗൂഗിൾ. പിന്നെ ഏതാ ബോളിംഗ് വേരിയേഷനുള്ള സ്പിന്ന്? സ്പിൻ ബോൾ, ലെഗ് സ്പിൻ, പല വേരിയേഷൻ ഉണ്ട്. ഓഫ് സ്പിൻ ഉണ്ട്, ലെഗ് സ്പിൻ ഉണ്ട്. ലെഗ് സ്പിൻ എന്ന് വെച്ചാൽ ഇതുണ്ട്, ഗൂഗിളി എറിയുന്ന ഗ്രിപ്പിൽ പിടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒന്നും കാണിക്കണ്ട. ആദ്യമേ ചെന്ന് ഇവിടെ ഇങ്ങനെ അപ്പം ഇവിടെ കുത്തി ഇങ്ങോട്ട് പോകും. അല്ല ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് പോകും. ഓഫ് പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം. ഗൂഗിളി അറിയാൻ നമ്മൾ ബോൾ എറിയുന്നതിന് മുന്നേ പിടിക്കുന്ന ആക്ഷൻ തന്നെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് എറിയണം. അപ്പോൾ ഇവിടെ കുത്തി ഇങ്ങോട്ട് പോകും. കണ്ടിട്ടില്ലേ? അടിപൊളി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.